നിങ്ങൾക്ക് സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവാറുണ്ടോ? ഇതും അലർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അലർജിയുള്ള അധിക ആളുകളിലും പാരമ്പര്യമായിട്ട് തന്നെ സ്കിന്നിൽ ഡ്രൈനെസ് കാണാറുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം അവരുടെ സ്കിൻ ബാരിയർ വീക്ക് ആയതുകൊണ്ടാണ്. ഈ അലർജിയുടെ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട്, വീക്കം കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. തുമ്മലിന്റെ ഭാഗമായിട്ട് നമ്മളെ മൂക്കിലും അതുപോലെ കണ്ണ് ചൊറിയുമ്പോൾ കണ്ണിനുള്ളിലൊക്കെ ഉള്ള അതേപോലെ തന്നെയുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം നമ്മളെ സ്കിന്നിലും കൂടുതലായിട്ട് അലർജിയുള്ള ആളുകളിൽ കാണാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അവിടെ ചൊറിച്ചില്, ഡ്രൈനെസ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ അലർജിക് ടെൻഡൻസി തന്നെയാണ്. പാരമ്പര്യമായിട്ടുള്ള അലർജിക് ടെൻഡൻസിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഓവറായിട്ട് നമ്മൾ സ്കിൻ വാഷ് ചെയ്യുമ്പോൾ സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിന്റെ ഓയിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഇതിനൊരു കാരണമാണ്. AC ഓവറായിട്ട് നമ്മളെ സ്കിന്ന് കൂടുതലായിട്ട്, സ്കിന്ന് മാത്രമല്ല നമ്മുടെ മൂക്കിനകത്തും അതുപോലെ തൊണ്ട എല്ലാം ഡ്രൈ ആക്കുകയാണ്. സ്വാഭാവികമായിട്ടും സ്കിന്നും ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ACക്ക് എക്സ്പോസ്ഡ് ആവുന്നതും ഇതിനൊരു കാരണമാണ്. ഇതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഒരു ടെൻഡൻസി നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേയും കുളിച്ചതിന് ശേഷവും നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കനട്ട് ഓയിൽ നല്ലതാണ്. പ്രത്യേകിച്ച് വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കൊക്കനട്ട് ഓയിൽ കുളിച്ചതിന് ശേഷം പുരട്ടുന്നത് നല്ല രീതിയിൽ ഡ്രൈനെസ് കുറയ്ക്കാറുണ്ട്. കൊക്കനട്ട് ഓയിൽ മാത്രമല്ല, ഒലിവ് ഓയിൽ അതുപോലെ തന്നെ അലോവേര ജെല്ലൊക്കെ നല്ലതാണ്. സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുള്ള സോപ്പുകൾ അതൊക്കെ നമ്മൾ കഴിയുന്നതും, ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതും ഇതുപോലെ നല്ലതാണ്. കുളിക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് ഡ്രൈനെസ് പെട്ടെന്ന് തന്നെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ വിറ്റാമിൻ ഇ ഉള്ള ഫുഡുകൾ കൂടുതലായിട്ട്, ഇലക്കറികൾ, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള വാൾനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ സ്കിന്നിന്റെ ഡ്രൈനെസ് കുറയ്ക്കാറുണ്ട്. പിന്നെ പുറത്തു പോകുമ്പോൾ നല്ല രീതിയിൽ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിന്നിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡ്രൈനെസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്കിൻ ഡ്രൈനെസ് ഉള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ സ്കിൻ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യൂ.